പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു പാട്ട് ഇതുവരെ പാടിയിട്ടുണ്ടോ സ്റ്റുഡിയോയിൽ? ഞാൻ പറഞ്ഞില്ല സാർ, ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ എറണാകുളത്ത് സാന്റസസിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് കൊണ്ടുവന്നു. അന്ന് കീബോർഡ് വായിച്ചത് കണ്ണൻ ചേട്ടൻ, ബേസ് ഗിറ്റാർ വായിച്ചത് ബെന്നി ചേട്ടൻ. ബെന്നി ചേട്ടൻ അന്ന് ഗിറ്റാറും വായിക്കും, ഗിറ്റാറും വായിക്കും, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ആ ഇൻസ്ട്രുമെന്റ് മാത്രമല്ല അറിയുന്നത്. ഇവർ വലിയ മ്യൂസീഷ്യൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഇപ്പം ബെന്നിച്ചേട്ടന് കീബോർഡ് പ്രോഗ്രാമിംഗ് അറിയാം. അപ്പം അന്നത്തെ ആ റെക്കോർഡിംഗ് അനുഭവം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആയതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. അതിലൊരു പാട്ട് ബെന്നിച്ചേട്ടന് ഓർമ്മ കാണില്ല പാട്ട്, കാര്യം അത്ര വർഷം മുമ്പ് വായിച്ചതാണ്. 32 വർഷമായി. മധുരമോരൂർമതൻ തൂവൽ കിടക്കയിൽ വീണു മയങ്ങും മോഹങ്ങളെ, എൻ്റെ മനസ്സിലെ മൗനങ്ങൾ അരിയ പൊൻചിറകേറ്റി അകലങ്ങളിൽ കൊണ്ടുപോകാമോ, സ്നേഹസാന്ദ്രമാം അനുഭൂതി നൽകാമോ. ഇത് പള്ളിപ്പുറം മോഹനേന്ദ്രൻ അദ്ദേഹമാണ് എഴുതിയത്. സചേതന എന്ന് പറഞ്ഞൊരു നാടക സമിതിയുടെ നാടകത്തിലെ പാട്ടാണ്.